ഹായ് എവരി വൺ, എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദോശയാണ് കേട്ടോ. എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ബീട്രൂട്ട് ദോശയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒരു വെറൈറ്റി ദോശയാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും അല്ലെങ്കിൽ വീട്ടിലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അവർക്ക് മെമ്മറിക്ക് വളരെ നല്ലതാണ്. പിന്നെ ദഹനത്തിന് വളരെ നല്ലതാണ്. അതായത് ഫൈബർ കൂടുതലാണല്ലോ, അപ്പോൾ ഡൈജഷനൊക്കെ വളരെ നല്ലതാണ് കുട്ടികൾക്ക്. പിന്നെ ഹെൽത്തി ബ്രെയിനും ഹാർട്ടിനും ഒക്കെ നല്ലതാണ് ഇത്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഇതിൽ പറയുന്നത് ക്യാൻസർ സെൽസൊക്കെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ വളരെ ബെസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബീട്രൂട്ട് തോരനോ അല്ലെങ്കിൽ പച്ചടിയൊക്കെ കഴിക്കാത്തവർക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ബീട്രൂട്ട് ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഒരു കുഞ്ഞു ബീട്രൂട്ട്, ഗ്രീൻ ചില്ലി, പിന്നെ ഇഞ്ചി. ഞാൻ തൈര് ഒഴിച്ചിട്ടാണ് അത് അരയ്ക്കുന്നത്. എന്താ കാരണം വെച്ചാൽ തൈരും ബീട്രൂട്ടും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനി ഒന്നും വേണ്ട, നമ്മുടെ കയ്യിൽ മാവുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുക, നന്നായി മിക്സ് ആക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ ആണെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്നതായിട്ട് മുമ്പ് അതൊന്ന് കലക്കി വയ്ക്കുക. വൈകുന്നേരം ആണെങ്കിലും ഒരു 10-15 മിനിറ്റ് മുമ്പ് കലക്കി വെച്ചാൽ തന്നെ നല്ല നമുക്ക് ദോശയായിട്ട് കിട്ടും. ഒരു വെറൈറ്റി ദോശ. എന്ത് കളർഫുള്ളല്ലേ! നമ്മുടെ ഫുഡ് റെയിൻബോ പോലെ ആയിരിക്കണം എന്നാണ് പറയണത്. ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കണം നമ്മുടെ ഫുഡ്. അത്രയും നല്ലതാണ്. ഒരു കൂളിംഗ് ഫുഡാണ് ശരിക്ക് ബീട്രൂട്ട്. കൂളിംഗ് ഇഫക്റ്റാണ് അത്. അതായത് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറൊക്കെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ദേഷ്യമൊക്കെ കൂടുതലുള്ളവർ ബീട്രൂട്ട് കഴിച്ചോളൂ, വളരെ നല്ലതാണ്. അതായത് നമുക്കൊരു റിഫ്രഷിങ് മൂഡ് കിട്ടും ബീട്രൂട്ട് കഴിച്ചാൽ. കളർ കണ്ടാൽ തന്നെ നമുക്ക് നല്ല ഇഷ്ടാവില്ലേ, ഇല്ലേ? അപ്പോൾ ദോശ കഴിച്ചാലോ? നല്ല ദോശയാണ് കേട്ടോ, ഒരു ടേസ്റ്റ് വ്യത്യാസവും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഈ വെറൈറ്റി ദോശ. കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്ത് നോക്കൂ. ഇഷ്ടമായോ ഇന്നത്തെ ദോശ? അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.